Hello, welcome to my channel. I'm Dr. Rajni. നാളെ രാവിലെ നിങ്ങൾ ഉണരുന്നതായി ഒന്ന് സങ്കല്പിക്കുക. ഫോണില്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, വാട്സപ്പ് ഇല്ല, ടെലിവിഷൻ ഇല്ല, സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ സംസാരവുമില്ല. തുടർന്നുള്ള 10 ദിവസങ്ങളിൽ ഓരോ ദിവസവും മണിക്കൂറുകളോളം നിങ്ങളുടെ ശ്വാസം, ശരീരം, മനസ്സ് എന്നിവ വെറുതെ നിരീക്ഷിച്ചുകൊണ്ട് സമയം ചെലവഴിക്കണം. കേൾക്കുമ്പോൾ ശാന്തമായി തോന്നുന്നുണ്ടോ? ചിലർക്ക് അതെ, മറ്റു ചിലർക്ക് അത് അവിശ്വസനീയമായ വിധം പ്രയാസകരമായേക്കാം. ഇതാണ് വിപസന മെഡിറ്റേഷൻ. ഞാൻ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷനാണിത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് തോന്നി. ഈ മെഡിറ്റേഷൻ ട്രെയിനിങ് 10 ദിവസമാണ്. എന്നാൽ ആ 10 ദിവസങ്ങൾ കൃത്യമായി എന്താണ് സംഭവിക്കുന്നത്? മെഡിറ്റേഷൻ യഥാർത്ഥത്തിൽ എന്ത് ഗുണങ്ങളാണ് നൽകുന്നത്? 10 ദിവസത്തെ വിപസന മെഡിറ്റേഷൻ ക്യാമ്പ് എല്ലാവർക്കും അനുയോജ്യമാണ്. ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മളിന്ന് നോക്കുന്നത്. എന്താണ് വിപസന? ആ വാക്കിൻ്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പുരാതന പാലി ഭാഷയിൽ നിന്നാണ് വിപസന എന്ന വാക്ക് വരുന്നത്. ഇതിനെ സാധാരണയായി ഉൾക്കാഴ്ച, ഇൻസൈറ്റ് അല്ലെങ്കിൽ കാര്യങ്ങളെ അവയുടെ യഥാർത്ഥ അവസ്ഥയിൽ കാണുക എന്ന് വിവർത്തനം ചെയ്യാറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന തത്വം വളരെ ലളിതമാണ്. ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിനോട് പെട്ടെന്ന് പ്രതികരിക്കാതെ ആ അനുഭവത്തെ വെറുതെ നിരീക്ഷിക്കുക. ധ്യാനവേളയിൽ നിങ്ങൾ നിങ്ങളുടെ ശ്വാസം, ശരീരത്തിലെ സംവേദനകൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്നു. എന്തെങ്കിലും സുഖകരമായി തോന്നിയാൽ നിങ്ങൾ അത് നിരീക്ഷിക്കുന്നു. അസുഖകരമായി തോന്നിയാലും അതും നിരീക്ഷിക്കുന്നു. ഇത് ഇനിയും വേണമെന്നോ ഇത് നിർത്തണമെന്നോ പെട്ടെന്ന് ചിന്തിക്കുന്നതിന് പകരം ജാഗ്രതയും സമചിത്തതയും നിലനിർത്താൻ നിങ്ങൾ പരിശീലിക്കുന്നു. ഗൗതമ ബുദ്ധൻ്റെ പ്രബോധനങ്ങളുമായി ബന്ധപ്പെട്ട പുരാതന ബുദ്ധമത ധ്യാന പരമ്പരയിലാണ് ഈ രീതിയുടെ വേരുകൾ സ്ഥിതി ചെയ്യുന്നത്. 2500 വർഷങ്ങളിലേറെ പഴക്കമുള്ള പുരാതനമായ ഒരു ധ്യാന പാരമ്പര്യത്തിലാണ് വിപസനയുടെ വേരുകളുള്ളത്. ബുദ്ധമത പാരമ്പര്യം അനുസരിച്ച് ജാഗ്രതയോടുള്ള ശ്രദ്ധയും മൈൻഡ്ഫുൾനെസ്, ഉൾക്കാഴ്ച നൽകുന്ന ധ്യാനവും ബുദ്ധൻ്റെ പ്രബോധനങ്ങളിലെ പ്രധാന ഘടകങ്ങളിലായിരുന്നു. കാലക്രമേണ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ധ്യാന പാരമ്പര്യങ്ങൾ രൂപപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരു ധാര മ്യാൻമറിൽ സംരക്ഷിക്കപ്പെട്ടു. 20ാം നൂറ്റാണ്ടിൽ ബർമയിൽ ജനിച്ച എസ്.എൻ. ഗോയങ്ക സയോഗി ഉപാഖ്യനിൽ നിന്ന് വിപസന അഭ്യസിച്ചു. പിന്നീട് ഗോയങ്ക അന്താരാഷ്ട്ര തലങ്ങളിൽ വിപസന പഠിപ്പിക്കാൻ തുടങ്ങി. 10 ദിവസത്തെ ചിട്ടയായ റെസിഡൻഷ്യൽ കോഴ്സ് ലോകമെമ്പാടും പ്രശസ്തം. ഇന്ന് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ കോഴ്സുകളിൽ പങ്കെടുക്കുന്നു. 10 ദിവസത്തെ റിട്രീറ്റിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, മാനസികമായി തയ്യാറെടുക്കുക. തന്നെ 10 ദിവസത്തെ വിശ്രമം പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് വിരസത അനുഭവപ്പെട്ടേക്കാം. റിട്രീറ്റിന് മുമ്പ് സോഷ്യൽ മീഡിയയുടെയും സ്ക്രീൻ ഉപയോഗത്തിൻ്റെയും അളവ് ക്രമേണ കുറയ്ക്കുക. കൃത്യമായ ഉറക്ക സമയം പാലിക്കുക. ദീർഘനേരം ഒരിടത്തിരുന്ന് ശീലമില്ലാത്തവരാണെങ്കിൽ ലഘുവായ സ്ട്രെച്ചിങ്ങോ നടത്തമോ സഹായിക്കും. ഏറ്റവും പ്രധാനം കോഴ്സ് നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയും എന്തിനാണ് നിങ്ങൾ ചേരുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. വിപസന കോഴ്സിന് 10 ദിവസം ഇതുപോലെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്ത ഒരാളുടെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ, ഈ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ സെൻറ്ററുകളിലേക്ക് ഇത് പരിശീലിച്ച ഒരാളുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി ആ 10 ദിവസത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, താമസ സ്ഥലത്ത് ക്രമീകരണങ്ങൾ ചെയ്യുന്നു, അടിസ്ഥാന നിയമങ്ങൾ മനസ്സിലാക്കുന്നു, സ്വകാര്യ ഉപകരണങ്ങളും മൊബൈൽ അതുപോലുള്ള എല്ലാ വസ്തുക്കളും സാധാരണയായി കേന്ദ്രത്തിൻ്റെ നടപടിക്രമങ്ങൾക്കനുസൃതമായി ഏൽപ്പിക്കേണ്ടതാണ്. തുടർന്ന് ധ്യാന ശിബിരം ആരംഭിക്കുന്നു. ഓറിയൻറ്റേഷൻ
ഉണ്ടായിരിക്കും. അത് വൈകുന്നേരമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നിയമങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനം കോഴ്സിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുകയും 1 മുതൽ 3 ദിവസങ്ങൾ, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പ്രധാന പരിശീലനം സാധാരണയായി ആനാപാന ധ്യാനത്തിലാണ്. അതായത് സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസം നിരീക്ഷിക്കുക. നിങ്ങൾ ശ്വാസത്തെ നിയന്ത്രിക്കേണ്ടതില്ല. അതിനെ വെറുതെ നിരീക്ഷിക്കുക മാത്രം മതി. കിഴക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുന്നല്ലേ? ഇത് ദീർഘനേരം ചെയ്തു നോക്കൂ. 5 വർഷം മുമ്പ് നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കാര്യം മനസ്സോർത്തെടുക്കുന്നു. പിന്നെ ഉച്ചഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പിന്നെ ഫോണിനെക്കുറിച്ച്, പിന്നെ ജോലിയെക്കുറിച്ച്, പിന്നെ മറ്റെന്തെങ്കിലും ചിന്ത കടന്നു വരുന്നു. അപ്പോൾ മനസ്സ് എത്രത്തോളം അസ്വസ്ഥതയാകാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. മനസ്സ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ശ്രദ്ധയപ്പെടുമ്പോഴല്ല, നിങ്ങൾ സാവകാശം ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ആവർത്തിച്ചുള്ള ഈ പ്രക്രിയ തന്നെ ഒരുതരം മാനസിക പരിശീലനമാണ്. 4-ാം ദിവസം, ഏകദേശം 4-ാം ദിവസത്തോടെ വിപස්සന എന്ന മെഡിറ്റേഷൻ്റെ ധ്യാന രീതി പരിചയപ്പെടുത്തുന്നു. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെയുള്ള ശ്രദ്ധ ചിട്ടയായി ചലിപ്പിക്കുകയും ആ സമയത്ത് അനുഭവപ്പെടുന്ന സംവേദനങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട കാര്യം ആ പ്രത്യേക അനുഭൂതിയല്ല, അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. അനുഭൂതി സുഖകരമാണെങ്കിൽ അതിൽ ആസക്തി തോന്നാതെ നിങ്ങൾക്കത് നിരീക്ഷിക്കാൻ കഴിയുമോ? അത് അസുഖകരമാണെങ്കിൽ ഉടനെ പ്രതികരിക്കാതെ നിങ്ങൾക്കത് നിരീക്ഷിക്കാൻ കഴിയുമോ? ഏകദേശം 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ കഠിനമായ പരിശീലനമാണ്. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ധ്യാനവും പരിശീലനവും തുടരുന്നു. ഇരുന്ന് ചെയ്യുന്ന ദീർഘനേരത്തെ ധ്യാനത്തിനോടൊപ്പം നിർദ്ദേശങ്ങൾ, വ്യക്തിഗത പരിശീലനം, സായാഹ്ന പ്രഭാഷണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പങ്കെടുക്കുന്നവർ സാധാരണയായി ഉന്നതമായ മൗനം, നോബിൾ സൈലൻസ് പാലിക്കുന്നു. സാധാരണ സംഭാഷണങ്ങളില്ല, വിനോദങ്ങളില്ല, പുറമേ നിന്നുള്ള ഇടപെടലുകൾ പരമാവധി കുറയ്ക്കുന്നു. ഇവിടെയാണ് ഈ അനുഭവം വളരെ ശക്തമായി മാറുന്നത്. പുറമേ നിന്നുള്ള ശബ്ദകോലാഹലങ്ങൾ കുറയുമ്പോൾ ഉള്ളിലെ ശബ്ദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയേക്കാം. ചിന്തകൾ, ഓർമ്മകൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ഭയങ്ങൾ, പിന്നെ തിരക്കുകൾക്കിടയിൽ സാധാരണയായി നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രതികരണങ്ങൾ. ഈ അനുഭവങ്ങളോട് പോരാടുക എന്നതല്ല ഇതിൻ്റെ ലക്ഷ്യം, അവയെ നിരീക്ഷിക്കുക എന്നതാണ്. 10-ാം ദിവസം മൗനം അവസാനിക്കുന്നു. 10-ാം ദിവസം കോഴ്സ് ഷെഡ്യൂൾ പ്രകാരം മൗനം അവസാനിക്കുന്നു. സാധാരണ സംഭാഷണങ്ങളില്ലാതെ കുറച്ച് ദിവസങ്ങൾ ചെലവഴിച്ച ശേഷം ലളിതമായൊരു സംഭാഷണം പോലും വ്യത്യസ്തമായി അനുഭവപ്പെടാം. തുടർന്ന് ദൈനംദിന ജീവിതത്തിൽ പരിശീലനം എങ്ങനെ തുടരാം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളോടെ കോഴ്സ് സമാപിക്കും. അപ്പോൾ വികസനം നിങ്ങൾക്ക് എന്താണ്? ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. എങ്കിലും പതിവായുള്ള ധ്യാനം ഉപയോഗപ്രദമായ പല കഴിവുകളും വളർത്തിയെടുക്കാൻ സാധിച്ചു. മികച്ച ശ്രദ്ധ, മനസ്സ് അലഞ്ഞു പോകുമ്പോൾ അത് തിരിച്ചറിയുവാനും തിരികെ കൊണ്ടുവരുവാനും നിങ്ങൾ ആവർത്തിച്ച് പരിശീലിക്കുന്നു. രണ്ടാമതായി, വർദ്ധിച്ച ആത്മബോധം. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, പതിവായിട്ടുള്ള പ്രതികരണങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അവബോധം ലഭിച്ചേക്കാം. വികാരങ്ങളെ നിയന്ത്രിക്കൽ. ഉടനടി പ്രതികരിക്കാതെ ശാരീരിക മാനസിക അവസ്ഥകളെ നിരീക്ഷിക്കാൻ പഠിക്കുന്നത് ഓരോ അനുഭവവും അതിനോടുള്ള നമ്മുടെ പ്രതികരണവും തമ്മിൽ അല്പം അകലം പാലിക്കാൻ ചിലരെ സഹായിച്ചേക്കാം. മനസ്സ് കൂടുതൽ ശാന്തമാകുക. ചിലർക്ക് ധ്യാനവും ബാഹ്യമായ ഉത്തേജനങ്ങൾ കുറയ്ക്കുന്നതിനും ദൈനംദിന ജീവിതത്തിലെ നിരന്തരമായ സമ്മർദ്ദങ്ങളിൽ നിന്നും ആവശ്യങ്ങളിൽ നിന്നും ആശ്വാസം നൽകിയേക്കാം. പക്ഷേ പ്രൊഫഷണൽ വൈദ്യസഹായമായോ മാനസികാരോഗ്യ ചികിത്സയ്ക്കോ പകരമായോ അല്ലെങ്കിൽ ഉറപ്പായ ചികിത്സയായോ ധ്യാനത്തെ കാണരുത്. യാഥാർത്ഥ്യബോധത്തോടെയുള്ള പ്രതീക്ഷകൾ വച്ചു പുലർത്തേണ്ടത് പ്രധാനമാണ്. ധ്യാനം ബെനിഫിഷ്യൽ ആണെങ്കിലും അതൊരു അത്ഭുത പരിഹാര മാർഗമല്ല. അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു പ്രധാന കാര്യം, എല്ലാവർക്കും ഒരുപോലെ സുഖകരമായ അനുഭവമാകണമെന്നില്ല.
തീവ്രമായ ധ്യാനം ചിലപ്പോൾ പ്രയാസകരമായ വികാരങ്ങൾ, ഉത്കണ്ഠ, അസ്വസ്ഥതയുണ്ടാക്കുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ശരീരാനുഭവങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. നിങ്ങൾക്ക് ഗുരുതരമായ മാനസിക ബുദ്ധിമുട്ടുകൾ, ആഘാതകരമായ അനുഭവങ്ങളുടെ ചരിത്രം, കടുത്ത ഉത്കണ്ഠ, സൈക്കോസിസ്, മേനിയ തുടങ്ങിയ മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുണ്ടെങ്കിൽ ഒരു ധ്യാന ക്യാമ്പിൽ പങ്കെടുത്തതിന് മുമ്പ് യോഗ്യതയുള്ള ഒരു മാനസികാരോഗ്യ വിദഗ്ധനുമായി തീവ്രമായ ധ്യാനത്തെക്കുറിച്ച് സംസാരിച്ച് ക്ലാരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. അതായത് അവരതിനു വേണ്ടി സജ്ജമാണോ, ഫിറ്റാണോ എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ച ശേഷം മാത്രമേ നടത്താൻ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിപസന മെഡിറ്റേഷന് അപ്ലൈ ചെയ്യുമ്പോൾ അത് ചെയ്ത ഒരാളുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ പരിഗണിക്കുക. അതുപോലെ ധ്യാനത്തിലാണെന്ന കാരണത്താൽ ഗുരുതരമായ ശാരീരിക ലക്ഷണങ്ങളെ അവഗണിക്കരുത്. ഓർക്കുക, 10 ദിവസത്തെ തീവ്രമായ ധ്യാനം വീട്ടിലിരുന്ന് 10 മിനിറ്റ് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കലിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ വിപസന? ഒരുപക്ഷെ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അതൊന്ന് നിർത്താനും നിരീക്ഷിക്കാനും പഠിപ്പിക്കലാണ്. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം നിരീക്ഷിക്കുക, നിങ്ങളുടെ ശരീരം നിരീക്ഷിക്കുക, നിങ്ങളുടെ ചിന്തകൾ നിരീക്ഷിക്കുക, നിങ്ങളുടെ വികാരങ്ങൾ നിരീക്ഷിക്കുക. കൂടാതെ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളോടും നിങ്ങളുടെ മനസ്സെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ എപ്പോഴും നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അവയോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ അവിടെയാണ് മെഡിറ്റേഷൻ പ്രയോജനകരമാവുന്നത്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മളെ സഹായിക്കുന്നതിലൂടെയല്ല, മറിച്ച് നമ്മളെ തന്നെ കുറച്ചും കൂടെ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതിലൂടെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ധ്യാനത്തിലും ആത്മബോധത്തിലും താല്പര്യമുള്ളവരുമായി ഇത് പങ്കുവയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മീ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.